ഇന്ന് നമുക്ക് ഇടിഞ്ചക്ക തോരൻ്റെ റെസിപ്പി നോക്കാം. അതിനായിട്ട് മൂത്ത് പോകാത്ത ഒരു ചെറിയ ചക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ഇടിഞ്ചക്ക നമുക്ക് കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒരു 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ചക്കയുടെ വേവ് പോലെ ഒരു വിസിൽ ആദ്യം ഒന്ന് അടിച്ച് നോക്കുക. അത് കഴിഞ്ഞ് വെന്തില്ലെങ്കിൽ മാത്രം ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് ഒരു വിസിലും കൂടെ അടിക്കുക. വെന്ത് കുഴഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതവിടെ നിന്ന് വേകുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ജാറിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ, അതിലേക്ക് ഒരു 4 കഷ്ണം ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു എരിവിനാവശ്യത്തിന് പച്ചമുളക് എന്നിവ ചേർത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കുക. അരഞ്ഞു പോകരുത്, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കുക. ഇതിപ്പോൾ നമ്മുടെ വെന്ത് വന്ന ചക്ക ഇതുപോലെ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇടിച്ചൊന്നും എടുക്കണ്ട, ഇതുപോലൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. കൈകൊണ്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അത് ചെറുതാക്കി കൊടുത്ത് നല്ല രീതിക്കൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുക. ഒത്തിരി വെന്ത് പോയിട്ടുമില്ല, എന്നാൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെന്ത് വന്നിട്ടുമുണ്ട്. ഇനി നമുക്ക് ചീൻചട്ടി വെച്ച് എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഒരു സ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ചധികം ഉള്ളി തന്നെ ഇട്ട് മൂപ്പിക്കുക. അപ്പം നല്ലൊരു ടേസ്റ്റും കൂടെ കിട്ടും. ഇനി നമ്മൾ കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് അത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളിയൊന്നും കരിഞ്ഞു പോകാതെ നല്ല രീതിക്ക് തന്നെ ഒന്ന് മൂത്ത് വരട്ടെ. ഒന്ന് കളറൊന്ന് ചേഞ്ചായിട്ട് വന്നാൽ മതി. നല്ല രീതിക്ക് ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ആ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിച്ചു വെച്ചിരിക്കുന്ന ചക്കയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അല്പനേരം തുറന്ന് വെച്ച് വേവിച്ചെടുത്താൽ ഇടിഞ്ചക്ക തോരൻ തയ്യാർ.